ഹലോ എവ്രി വൺ. നമ്മൾ ന്യൂസിൽ സ്ഥിരമായിട്ട് കേൾക്കാറുള്ളതാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടി അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറഞ്ഞു എന്നൊക്കെ. സ്ഥിരമായിട്ട് കേൾക്കാറുള്ളത് കൊണ്ട് തന്നെ ഒരു പുതുമല്ലല്ലേ. എന്നാൽ 2 ദിവസം മുമ്പ് ക്രൂഡ് ഓയിലിനെ കുറിച്ചൊരു ന്യൂസ് വന്നിരുന്നു. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനായി. കൺഫ്യൂഷൻ മാത്രമല്ല, ചിലർക്ക് ഞെട്ടലുണ്ടായി. ന്യൂസ് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ WTI ക്രൂഡ് ഓയിൽ ഒരു ബാരലിന് -$38 കച്ചവടം നടന്നത്. -$38. കൺഫ്യൂഷനായില്ലേ? അതായത് നിങ്ങൾ പോയിട്ട് ഒരു ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രൂഡ് ഓയിൽ കാശ് കൊടുക്കേണ്ടതെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് $38 ഇങ്ങോട്ടേക്ക് കിട്ടും. വിചിത്രമാണല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? സോ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെയാണിത് സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇത്രയും നെഗറ്റീവ് വാല്യൂയിലേക്ക് എത്തിയത് എന്നുള്ളതും, ഇനി നമ്മൾ സാധാരണക്കാർക്ക് പെട്രോളോ ഡീസലോ നന്നായിട്ട് വില കുറയാൻ ചാൻസ് ഉണ്ടോ, അതുമാത്രമല്ല ഇന്ത്യൻ എക്കണോമി ഇത് എങ്ങനെ ബാധിക്കും എന്നൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി വീഡിയോ മുഴുവനായിട്ടുണ്ട് കാണുക. മൈ നെയിം ഈസ് അംജദ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. എന്തുകൊണ്ടാണ് WTI ക്രൂഡ് ഓയിലിൻ്റെ വില നെഗറ്റീവ് വാല്യൂയിലേക്ക് എത്തി എന്നുള്ളത് അറിയണമെങ്കിൽ എന്താണ് WTI ക്രൂഡ് ഓയിൽ നമുക്കറിയണം. നമുക്കറിയാം, ക്രൂഡ് ഓയിൽ കുഴിച്ചെടുത്തിട്ട് അതിൽ നിന്നാണ് നമുക്ക് പെട്രോളും ഡീസലും കെറോസിനും അങ്ങനെ കുറേ ബൈ പ്രൊഡക്റ്റുകൾ കിട്ടുന്നത്. ഈ കുഴിച്ചെടുക്കുന്നത് പല രാജ്യങ്ങളിൽ നിന്നായിട്ടാണ്. ഉദാഹരണമായിട്ട് ഗൾഫിൽ നിന്നും ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്നുണ്ട്, അമേരിക്കയിൽ നിന്നും ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്നുണ്ട്, അതുകൂടാതെ യൂറോപ്പ്, നോർത്ത് ഈസ്റ്റ് ഏഷ്യ, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്നുണ്ട്. ഈ ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്ന രാജ്യങ്ങൾ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ പല രാജ്യത്ത് നിന്നുള്ള ക്രൂഡ് ഓയിലിൻ്റെ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. നമുക്കറിയാം, കേരളത്തിൻ്റെ കുടിവെള്ളത്തിൻ്റെ ക്വാളിറ്റി അല്ല തമിഴ്നാട്ടിലെ കുടിവെള്ളത്തിനുള്ളത്. അതുപോലെ കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിലും പല രാജ്യത്തും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറൻസും ഉണ്ട്. പല രാജ്യങ്ങളും ക്രൂഡ് ഓയിലിൻ്റെ മിക്സിൽ ചില കെമിക്കൽസ് കൂടുതലാണ്, ചില കെമിക്കൽസ് കുറവാണ്. അതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി കൂടും, അതിൻ്റെ ക്വാളിറ്റി കുറയുകയൊക്കെ ചെയ്യും. ഇതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡിലുള്ള സാധനങ്ങൾ വിൽക്കുമ്പോൾ ട്രേഡേഴ്സിന് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി. അതായത് ഇതിൻ്റെ ഇടയിൽ ഈ ക്രൂഡ് ഓയിൽ കച്ചവടം നടത്തുന്ന ആൾക്കാർക്ക് ഇതിനൊരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ക്രൂഡ് ഓയിലിൻ്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ബെഞ്ച് മാർക്ക് കൊണ്ടുവന്നു, അതായത് റെഫറൻസ് പോയിന്റ് കൊണ്ടുവന്നു. അമേരിക്കയിൽ കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിലിന് WTI എന്ന ബെഞ്ച് മാർക്കിങ്ങും, WTI എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ടെക്സാസ് ഇൻ്റർമീഡിയറ്റ് എന്നുള്ള ഒരു ബെഞ്ച് മാർക്കിങ്ങും, യൂറോപ്പ്, നോർത്ത് സീ, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ കുറച്ച് രാജ്യങ്ങളും കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിലിന് ബ്രണ്ട് ക്രൂഡ് ഓയിൽ എന്ന ബെഞ്ച് മാർക്കിങ്ങും, ദുബായിലും ഒമാനിലും കുഴിച്ചെടുക്കുന്നതിന് ദുബായ് ഒമാൻ എന്നുള്ള രീതിയിൽ ഒരു ബെഞ്ച് മാർക്കിങ്ങും ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ക്രൂഡ് ഓയിലിൻ്റെ വില സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ പ്രധാനമായിട്ട് 3 ബെഞ്ച് മാർക്കുകൾ ഉണ്ടായി. അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ വന്നിട്ടുള്ളത് അമേരിക്കയിൽ കുഴിച്ചെടുക്കുന്ന WTI എന്ന ക്രൂഡ് ഓയിലിനാണ് വന്നിട്ടുള്ളത്. സാധാരണയായിട്ട് ക്രൂഡ് ഓയിൽ വ്യാപാരം ചെയ്യുന്നത് കമ്മോഡിറ്റി മാർക്കറ്റിലാണ്. കമ്മോഡിറ്റി മാർക്കറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. സാധാരണയായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് എന്നാൽ കമ്പനികളുടെ സ്റ്റോക്കുകൾ, അതായത് കമ്പനികളുടെ ഷെയറുകൾ വിൽക്കാനും വാങ്ങാനുള്ള സ്ഥലമാണ്. അതുപോലെയുള്ളൊരു മാർക്കറ്റാണ് കമ്മോഡിറ്റി മാർക്കറ്റും. എന്നാൽ കമ്മോഡിറ്റി മാർക്കറ്റിൽ കമ്മോഡിറ്റികളാണ് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടക്ക, കുരുമുളക് എന്ന് നമ്മൾ ന്യൂസിൽ കേൾക്കുന്ന പോലെ തന്നെ ഓയിൽ, ഗോൾഡ്, എല്ലാ കമ്മോഡിറ്റികളും കമ്മോഡിറ്റി മാർക്കറ്റിൽ വ്യാപാരം ചെയ്യപ്പെടും. ഇനി കമ്മോഡിറ്റി മാർക്കറ്റിൽ തന്നെ ഇതിന് പല രീതിയിൽ ഇതിന് കച്ചവടം നടത്തും. അതായത് ഒന്നാമത്തെ നമ്മൾ സാധാരണ കാണുന്ന പോലെ നമ്മൾ സ്പോട്ട് ക്യാഷ് മെത്തേഡ്, നമ്മൾ കാശ് കൊടുക്കുന്നു, സാധനം വാങ്ങുന്നു എന്നുള്ള സ്പോട്ട് ക്യാഷ് മെത്തേഡ്. രണ്ടാമത്താണ് ഡെറിവേറ്റീവ്സ്. അതായത് ഡെറിവേറ്റീവ്സിലെ ഫ്യൂച്ചർ കോൺട്രാക്ട്സും ഓപ്ഷൻസും ഉപയോഗിച്ച് നമുക്ക് കമ്മോഡിറ്റി വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. ഡെറിവേറ്റീവിലെ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, നമുക്ക് കമ്മോഡിറ്റി വാങ്ങാനും വിൽക്കുവാനുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് മെത്തേഡുകളുണ്ട്. അതിൽ ഒന്നാണ് ഓപ്ഷൻസും ഫ്യൂച്ചർ കോൺട്രാക്ട്സും. അപ്പോൾ നമ്മൾ പറഞ്ഞു WTI ക്രൂഡ് ഓയിലിൻ്റെ ഫ്യൂച്ചർ കോൺട്രാക്റ്റാണ് -$38 വിറ്റത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കാം. ഇപ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്നാൽ പേര് പോലെ തന്നെ ഫ്യൂച്ചറിൽ, ഭാവിയിലുള്ളൊരു കോൺട്രാക്റ്റ് എന്നുള്ളതാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഉദാഹരണമായിട്ട് നിങ്ങളുടെ വീടിൻ്റെ പണി നടക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അടുത്ത മാസം നിങ്ങളുടെ കോൺക്രീറ്റ് ആണ്, അതായത് നിങ്ങൾ സ്ലാബ് ഇടുന്ന ഒരു ഇതാണ്. സ്ലാബിന് നിങ്ങൾക്ക് കമ്പി വേണം. അപ്പോൾ നിങ്ങൾ കമ്പിയുടെ വില പോയി അന്വേഷിച്ചു, കടയിൽ പോയി അന്വേഷിച്ചപ്പോൾ കിലോക്ക് 50 രൂപയാണ് ഉള്ളതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2-3 കിൻഡൽ കമ്പി വേണം നിങ്ങളുടെ വീടിൻ്റെ ഈ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കടക്കാരൻ പറഞ്ഞു ഇപ്പോൾ 50 ചിലപ്പോൾ അടുത്ത മാസം ആകുമ്പോഴേക്കും അത് ചിലപ്പോൾ 55 ആവാം, അല്ലെങ്കിൽ അതിൻ്റെ വില കൂടാം, അതിൽ
കൂടുതൽ വില കൂടാനാണ് ചാൻസ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് തോന്നി അടുത്ത മാസം ചിലപ്പോൾ കൺസ്ട്രക്ഷൻ കൂടുതലാണ്, ഈ കമ്പിയുടെ വില കൂടുതലായിരിക്കും, അപ്പോൾ ഇപ്പോൾ തന്നെ അതായത് ബുക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ കടക്കാരനോട് പറഞ്ഞു എനിക്ക് 3 കിൻഡൽ കമ്പി വേണം, ഇപ്പോഴും വേണ്ട, എനിക്ക് 1 മാസം കഴിഞ്ഞിട്ടാണ് വേണ്ടത്, എനിക്കത് ബുക്ക് ചെയ്ത് വെക്കണം, അതായത് ഇപ്പോൾ ഉള്ള 50 രൂപയ്ക്ക് തന്നെ അത് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതായത് അടുത്ത മാസം അതിൻ്റെ വില കൂടിയാലും വില കുറഞ്ഞാലും ഞാൻ കിലോക്ക് 50 തരാം, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ബുക്ക് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കടക്കാരൻ പറഞ്ഞു ഓക്കെ അത് കുഴപ്പമില്ല, 1 മാസത്തേക്ക് നമുക്ക് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്തായി, അവിടെ ഒരു കരാർ പോലെ ഒരു കാര്യം ഉണ്ടായത്, ഒരു എഗ്രിമെൻ്റ് ഉണ്ടായി. അത് കരാർ എന്നത്തേക്കാണ്, അടുത്ത മാസത്തേക്ക്. ഇതാണ് ഒരു ചെറിയൊരു എക്സാമ്പിളായി പറഞ്ഞാൽ ഫ്യൂച്ചർ കോൺട്രാക്ട്. ഇതേപോലെ കമ്മോഡിറ്റി മാർക്കറ്റിൽ നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്ട്സ് വെച്ചിട്ട് ക്രൂഡ് ഓയിൽ വാങ്ങുകയോ അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങുകയൊക്കെ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലെ ഫ്യൂച്ചർ കോൺട്രാക്ട്സിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി എങ്ങനെയാണ് WTIയുടെ വില നെഗറ്റീവിൽ എത്തിയെന്ന് നമുക്ക് നോക്കാം. ഓരോ മാസവും കമ്മോഡിറ്റി മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ ഫ്യൂച്ചർ കോൺട്രാക്ട്സിൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങും ഉണ്ടാവും. അപ്പോൾ അടുത്ത മാസത്തേക്കുള്ള WTI ക്രൂഡ് ഓയിലിൻ്റെ ഫ്യൂച്ചർ കോൺട്രാക്ട്സ് വിൽക്കാൻ വേണ്ടി കമ്മോഡിറ്റിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആർക്കും വേണ്ടാത്തൊരവസ്ഥ ഉണ്ടായി. കാരണം എന്താണ്, അമേരിക്കയിൽ കൊറോണ വന്നതിന് ശേഷം എല്ലാം ലോക്ക്ഡൗൺ ആണ്, ഫ്ലൈറ്റുകൾ പോകുന്നില്ല, ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ലോകമൊട്ടാകെ എല്ലാം ബ്ലോക്കായി കിടക്കുകയാണ്. ലോകത്തിലെ ആവശ്യമില്ല ഫ്യൂവലിൻ്റെ എക്സസ് ആയിട്ടാണ് ഇപ്പോൾ എല്ലാ ഉൽപ്പാദനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും വേണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. ഈ സമയത്ത് WTI ക്രൂഡ് ഓയിലുള്ള ആളുകൾ അത് കുറഞ്ഞ വിലക്ക് വിൽക്കാൻ ശ്രമിച്ചു. അവർ 20 നിന്ന് $10 വിൽക്കാൻ ശ്രമിച്ചു, നടന്നില്ല. 10 നിന്ന് 5 നോക്കി, അങ്ങനെ 0 എത്തി. 0 ആയിട്ട് ആർക്കും വേണ്ട. അപ്പോൾ ഇത്രയും ക്രൂഡ് ഓയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സെല്ലേഴ്സ് വീണ്ടും അതിൽ നിന്ന് 0 വില കുറച്ചു. അതായത് നിങ്ങൾക്ക് കാശ് തരാം, നിങ്ങളിത് വാങ്ങിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി എടുത്തു വെക്കും, ഞങ്ങൾക്ക് നിന്ന് എടുത്തു കൊണ്ടുപോകൂ എന്നുള്ള രീതിയിൽ അവർ സെല്ല് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതിൻ്റെ വില നെഗറ്റീവ് കയറി പോയിട്ട് -37 വരെ ചെന്നു. അവസാനം അറൗണ്ട് -37 അത് കച്ചവടമായി. അതായത് പെട്രോളിയം കമ്പനികളും ഇതിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും അങ്ങോട്ടേക്ക് കാശ് കൊടുത്തിട്ടാണ് ഈ ക്രൂഡ് ഓയിൽ ഇപ്പോൾ വിറ്റയച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് WTI ക്രൂഡ് ഓയിലിൻ്റെ വില നെഗറ്റീവിലേക്ക് എത്താനുള്ള കാരണം എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇത് ഇന്ത്യയിൽ എങ്ങനെ ബാധിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൂഡ് ഓയിലിന് 3 ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് ഉണ്ട്, അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ഉണ്ട്. അതിൽ ഒന്നാണ് WTI, രണ്ടാമത്തെ ബ്രണ്ട് ക്രൂഡ് ഓയിൽ, മൂന്നാമത്തത് ഒമാൻ ദുബായ് എന്നുള്ള ബെഞ്ച് മാർക്കും. WTI എന്ന് പറയുന്നത് അമേരിക്കയിൽ കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ സ്റ്റാൻഡേർഡാണ്. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ബ്രണ്ട് ക്രൂഡ് ഓയിലാണ്. അതായത് ഒപെക് രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്ന ബ്രണ്ട് ക്രൂഡ് ഓയിലാണ് ഇന്ത്യയും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ WTI എന്നുള്ള ഒരു ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞതുകൊണ്ട് അത് ഇന്ത്യയിൽ ബാധിക്കില്ല. എന്നിരുന്നാലും ബ്രണ്ട് ക്രൂഡ് ഓയിലിൻ്റെ വില മുമ്പുള്ള വിലയേക്കാളും വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം $20 ബ്രണ്ട് ക്രൂഡ് ഓയിലിൻ്റെ കച്ചവടം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിൽ ചെറിയ രീതിയിലുള്ള ഒരു പെട്രോൾ പ്രൈസ് കുറവോ അല്ലെങ്കിൽ ഡീസൽ പ്രൈസ് കുറവോ എക്സ്പെക്റ്റ് ചെയ്യാം. ക്രൂഡ് ഓയിൽ പ്രൈസ് കുറയുന്നതുകൊണ്ട് പല രാജ്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകും പോലും ഇന്ത്യ പോലുള്ള അതായത് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുള്ള രാജ്യങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ഉപകാരമായിരിക്കും. ക്രൂഡ് ഓയിൽ പ്രൈസ് കുറയും തോറും ഇന്ത്യക്ക് കുറഞ്ഞ രീതിയിലുള്ള കാശ് കൊടുത്താൽ മതി. അതായത് കുറഞ്ഞ ഡോളർ കൊടുത്താണ് നമുക്ക് കൂടുതലായിട്ടില്ല ക്രൂഡ് ഓയിൽ വാങ്ങി വെക്കാം. അത് നമ്മളെ ഫ്യൂച്ചറിലെ വളർച്ചയ്ക്ക് തന്നെ കാരണമാവും. സോ ഇതുവരെ ഈ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് WTI ക്രൂഡ് ഓയിലിൻ്റെ വില കുറയാൻ കാരണം എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ ഉണ്ടാവും, അത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അതും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.